ശ്രീയിൽ ഒപ്പിട്ട വിവാദം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആളിക്കത്തുകയാണ്. ജോൺ ബ്രിട്ടാസ് MP ഇടനിലക്കാരനായെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വെളിപ്പെടുത്തിയതോടെ വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. വെളിപ്പെടുത്തലിൽ വിശദീകരണം നടത്തി പ്രതിപക്ഷത്തിനെതിരെ വിമർശനം തിരിക്കാനാണ് ബ്രിട്ടാസ് ശ്രമിക്കുന്നത്. രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ ജോൺ ബ്രിട്ടാസിനെതിരെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഒരു കുരുക്കായിട്ടുണ്ട്. CPM-നെതിരെ തിരഞ്ഞെടുപ്പ് കാലത്ത് എടുത്ത് പ്രയോഗിക്കാൻ കോൺഗ്രസിന് കഴിയുന്ന ഒരു കുരുക്കായിട്ട്. ഈ PM ശ്രീ പദ്ധതിയിൽ ജോൺ ബ്രിട്ടാസ് മധ്യസ്ഥനായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് SSK ഫണ്ട് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, കേരളത്തിന് വേണ്ടി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം അത് കേരളം അംഗീകരിക്കുമെന്ന് പറയുന്നു. അതിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചർച്ചകളിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. അതായത് ശിവൻകുട്ടിയും ധർമ്മേന്ദ്ര പ്രധാനും തമ്മിലുള്ള ചർച്ച, അതിന് താൻ മധ്യസ്ഥത വഹിച്ചിട്ടില്ല. അവിടെ എന്താണ് ഇരു മന്ത്രിമാരും സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ തനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യതയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ശിവൻകുട്ടി തന്നെ വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. പക്ഷേ അപ്പോഴും രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ കാര്യങ്ങൾ അത് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ജോൺ ബ്രിട്ടാസിൻ്റെ കയ്യിലില്ല. പകരം അദ്ദേഹം കോൺഗ്രസിനെയാണ് കടന്നാക്രമിക്കുന്നത്. രാജസ്ഥാനിൽ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചത്, അതിന് മധ്യസ്ഥത വഹിച്ചത് KC വേണുഗോപാലാണ്. പ്രതിപക്ഷ പാർട്ടികളെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സമീപനം അത് കോൺഗ്രസ് എടുത്തതാണെന്നുള്ളൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയം കൂടുതൽ ഗുരുതരമാവാതിരിക്കാൻ വേണ്ടി CPI നേതാക്കളെല്ലാം തന്നെ, ദേശീയ നേതാക്കളും അതുപോലെ സംസ്ഥാന നേതാക്കളും എല്ലാം തന്നെ മൗനം പാലിക്കുന്നുണ്ട്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ. പ്രത്യേകിച്ചും ഇതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ജോൺ ബ്രിട്ടാസ് ഒരു പാലമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM വിശദീകരിക്കട്ടെ എന്നുള്ള കാര്യമാണ് CPI ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള D രാജയുടെ അഭിപ്രായം. ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.